ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ചരിത്രത്തെ അവഗണിച്ച് ഒരു രാജ്യത്തിനും പുരോഗതി പ്രാപിക്കാൻ കഴിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ് നാളെ ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും. ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി കളമശ്ശേരിയിൽ സ്ഥാപിക്കാൻ ഉന്നതതല യോഗത്തിൽ ധാരണ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി KPCC സംഘടിപ്പിക്കുന്ന മഹാജനസഭ തൃശൂരിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്തു. അപൂർവ രോഗ പരിചരണത്തിനായി കെയർ സമഗ്ര പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം മറ്റന്നാൾ മുഖ്യമന്ത്രി നിർവഹിക്കും. ഇന്ത്യ-ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 399 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. അസമിലെ ഗുവാഹട്ടിയിൽ 11,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. സ്പോർട്സ്, ആരോഗ്യ, അടിസ്ഥാന സൌകര്യം എന്നീ മേഖലകളിലെ പദ്ധതികളാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. ഈ പദ്ധതികൾ വടക്ക് കിഴക്കൻ മേഖലയും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായുള്ള കണക്ടിവിറ്റി അനായാസമാക്കുമെന്നും വിനോദസഞ്ചാര മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ചരിത്രത്തെ അവഗണിച്ച് ഒരു രാജ്യത്തിനും പുരോഗതി പ്രാപിക്കാൻ കഴിയില്ലെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് പ്രധാനമന്ത്രി അസമിലെത്തിയത്. 2024-25 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. രാവിലെ 9 മണിക്കാണ് ബജറ്റ് പ്രസംഗം ആരംഭിക്കുക. ഈ മാസം 12, 13, 14 തീയതികളിൽ ബജറ്റിന്മേലുള്ള ചർച്ച നടക്കും. ഹൈക്കോടതി കൂടി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി കളമശ്ശേരിയിൽ സ്ഥാപിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നിവർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ ധാരണ. മന്ത്രി P രാജീവാണ് ഇക്കാര്യം അറിയിച്ചത്. കളമശ്ശേരി കേന്ദ്രമായി ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നതിനുള്ള തുടർ നടപടികൾക്ക് കൊച്ചിയിൽ ചേർന്ന യോഗം രൂപം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ജഡ്ജിമാർ, സംസ്ഥാന മന്ത്രിമാർ എന്നിവരുടെ സാന്നിധ്യത്തിലുള്ള സ്ഥലപരിശോധന ഈ മാസം 17 നടക്കും. കൊച്ചി കാക്കനാട്ട് കിൻഫ്ര അന്താരാഷ്ട്ര പ്രദർശന കേന്ദ്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. പൊതുമേഖലയെയും സ്വകാര്യ മേഖലയും പരിപോഷിപ്പിച്ച് കേരളത്തിന്റെ വ്യാവസായിക മുന്നേറ്റം യാഥാർത്ഥ്യമാക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വ്യവസായ മേഖലയുടെ വളർച്ച അത് സ്വകാര്യ മേഖലയും പൊതുമേഖലയും തങ്ങളുടേതായ പങ്കുവഹിക്കേണ്ടതാണ്. ഈ രണ്ടിനെയും പരിപോഷിപ്പിക്കുന്ന സമീപനം തന്നെയാണ് സർക്കാരിനുള്ളത്. രണ്ടിനെയും പരിപോഷിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ പൊതുവായ വ്യാവസായിക മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് സർക്കാരിൽ നിന്നുണ്ടാകുന്നത്. സർക്കാരിന് വേണ്ടി വ്യാവസായിക പ്രോത്സാഹനത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായാണ് കൺവെൻഷൻ സെന്റർ വിഭാവനം ചെയ്തിരിക്കുന്നത്. അരിവില വർധനവിന് കാരണമാകുന്ന കേന്ദ്ര നിലപാട് തിരുത്തണമെന്ന് മന്ത്രി GR അനിൽ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമിൽ പങ്കെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിനും സർക്കാർ ഏജൻസികൾക്കും കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. KPCC സംഘടിപ്പിച്ച മഹാജനസഭ തൃശൂരിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്തു. തേക്കിൻകാട് മൈതാനിയിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാനത്തെ പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റുമാർ, വനിതാ വൈസ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. KPCC പ്രസിഡന്റ് K സുധാകരൻ അധ്യക്ഷനായി. കോൺഗ്രസിന്റെ കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പരിപാടി കൂടിയായിരുന്നു ഇത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തല, MM ഹസൻ, K മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ്, ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ മലയാളം എന്നീ വിഭാഗങ്ങളിലേക്ക് പ്രസാർ ഭാരതി അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in/vacancies എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ അപേക്ഷകൾ application.prasarbharati.org എന്ന വെബ്സൈറ്റിൽ 2024 ഫെബ്രുവരി 8 നൽകേണ്ടതാണ്. അപൂർവ രോഗ പരിചരണത്തിനായി കെയർ എന്ന പേരിൽ സമഗ്ര പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനവും 61 നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും 31 ഐസൊലേഷൻ വാർഡുകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ നിർവഹിക്കും. 112ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് പമ്പ മണൽപ്പുറത്ത് തുടക്കമായി. 10,000 പേർക്കിരിക്കാവുന്ന പന്തലിൽ 8 നാളുകളായാണ് പരിഷത്ത്. ചിന്മയ മിഷൻ ആഗോള മേധാവി സ്വാമി സ്വരൂപാനന്ദജി മഹാരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ മുതിർന്ന സാഹിത്യകാരന്മാർ സാഹിത്യ അക്കാദമിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന പരാതി സർക്കാർ ഗൌരവത്തോടെ കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സാഹിത്യ അക്കാദമി പോലുള്ള സ്ഥാപനങ്ങളെ സ്വതന്ത്രമായി വിടണമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു.
ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 399 റൺസ് വിജയലക്ഷ്യം. മൂന്നാം ദിവസം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ 255 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. ഇന്ത്യയ്ക്കു വേണ്ടി ശുഭ്മാൻ ഗിൽ രണ്ടാം ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടി. ഇന്നത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 67 റൺസ് എന്ന നിലയിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചരിത്രത്തെ അവഗണിച്ച് ഒരു രാജ്യത്തിനും പുരോഗതി പ്രാപിക്കാൻ കഴിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റ് നാളെ ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും. ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി കളമശ്ശേരിയിൽ സ്ഥാപിക്കാൻ ഉന്നതതല യോഗത്തിൽ ധാരണ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി KPCC സംഘടിപ്പിക്കുന്ന മഹാജനസഭ തൃശൂരിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്തു. അപൂർവ രോഗ പരിചരണത്തിനായി കെയർ സമഗ്ര പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം മറ്റന്നാൾ മുഖ്യമന്ത്രി നിർവഹിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് 399 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.